ഹലോ ഗൈസ്, സുഖമാണോ എല്ലാവർക്കും? അപ്പോൾ നമുക്കിന്നൊരു ഇടം വരെ പോയാലോ? നമ്മുടെ മാള റോഡ് പോകുമ്പോൾ നമുക്കൊരു പാലമുണ്ട് കേട്ടോ. ആ പാലത്തിൻ്റെ അടിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവരൊരു ഷീറ്റ് പോലെ, ഒരു ടെൻറ്റ് പോലെ ഒരു ചേട്ടനെയും കൂടി കണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം കൗതുകത്തോടു കൂടി നമ്മുടെ ചേട്ടനെ കാണാൻ പോയി. ആളിവിടെ എന്താ നൈറ്റ് ഇവിടെ കിടക്കുന്നതും കാണാനുണ്ട് എന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങനെ പോയിട്ട് ഞാനും തൈശ്യം കൂടിയിട്ടാണ് പോയത്. ചെന്ന് നോക്കുമ്പോൾ ചേട്ടൻ അവിടെ ഒരു ഷെഡൊക്കെ വെച്ച് കെട്ടി. ചേട്ടനൊരു 300 താറാവ് കുട്ടികളുണ്ട്. അപ്പോൾ ചേട്ടൻ താറാവ് വളർത്തലാണ് അവിടെ മെയിനായിട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് ഈ കാണുന്നതാണ് നമ്മളെ ചേട്ടൻ. നല്ല രസമാട്ടോ ചേട്ടനോട് സംസാരിക്കാൻ. അപ്പോൾ ഈ കാണുന്നതാണ് ആൾ താറാവ് വളർത്തുന്ന ആ ഒരു ഏരിയ. അതിൻ്റെ അപ്പുറത്ത് ആ നീല കളറിൽ കാണുന്നില്ലേ, ടാർപ്പായിട്ടിട്ട്, അവിടെയാണ് ആളുടെ കിടപ്പും കാര്യങ്ങളൊക്കെ. നൈറ്റ് ആകുമ്പോൾ ആൾ ഇവിടെയാണ് കിടക്കുന്നത്. ആൾ പറയുന്നത് ചൂടുമില്ല, ഭയങ്കര തണുപ്പാണ്. ഈ കാണുന്ന വഞ്ചി ഉണ്ടല്ലോ, ചേട്ടൻ നല്ല വെള്ളമുള്ള സമയത്ത് ചേട്ടൻ തുഴയണതാണ്. ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഞാനും ഇതേപോലെ തുഴഞ്ഞു നോക്കി. തുഴയാനുള്ള പങ്കായൊന്നും ഇതിലില്ല കേട്ടോ, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടുന്ന് ഈ കാണുന്ന ചേട്ടൻ്റെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ചെന്ന് നോക്കി. വീട് മീൻസ് ഷെഡിൻ്റെ ഉള്ളിലൊക്കെ ചെന്ന് നോക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല അവിടെ. കുറച്ച് ചാക്കും അതേപോലെ തന്നെ വെള്ളം കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചേട്ടൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ചേട്ടൻ തന്നെ നമുക്ക് താറാമുട്ട വിൽക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് താറാമുട്ടൊക്കെ വാങ്ങി ആളോട് കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ആൾ പറയണത് രാത്രി കാലങ്ങളിൽ ഇവിടെ പാമ്പും അതേപോലെ കീരിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചേട്ടൻ ഇവിടെ താമസിക്കുന്നത് നൈറ്റ് ടൈമിൽ. നല്ല രസമാണ്. അപ്പുറത്ത് ചേട്ടൻ്റെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്